കൂട്ടുകാർക്കും മറ്റൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നാം 10ാം ക്ലാസ്സിലെ ഇംഗ്ലീഷ് ടെക്സ്റ്റ് ബുക്കിലെ ഒന്നാമത്തെ യൂണിറ്റിലെ ഒന്നാമത്തെ പാഠഭാഗമായിട്ടുള്ള എ വെരി ഓൾഡ് മാൻ വിത്ത് എനാറമസ് വിങ്സ് എന്നുള്ള പാഠഭാഗമാണ് പരിചയപ്പെടാൻ പോകുന്നത്. അപ്പോൾ നമ്മുടെ ഒന്നാമത്തെ യൂണിറ്റിൻ്റെ പേരാണ് ട്രയൽസ് ആൻഡ് ട്രിയംസ്. എന്ന് പറഞ്ഞാൽ പരീക്ഷണങ്ങളും വിജയങ്ങളും. ട്രയൽസ് എന്ന് പറഞ്ഞാൽ പരീക്ഷണങ്ങൾ, ട്രിയംസ് എന്ന് പറഞ്ഞാൽ വിജയങ്ങൾ. നമുക്ക് തൊട്ട് താഴെ ഒരു വചനം തന്നിട്ടുണ്ട്. ഇത് പറഞ്ഞിട്ടുള്ളത് ദ ലിറ്റിൽ പ്രിൻസ് എന്ന് പറഞ്ഞിട്ടുള്ള ആളാണ്. ഇറ്റ് ഈസ് ഓൺലി വിത്ത് എ ഹേർട്ട് ദാറ്റ് വൺ ക്യാൻ സീ റൈറ്റ്ലി വാട്ട് ഈസ് എസെൻഷ്യൽ ഈസ് ഇൻവിസിബിൾ ടു ദ ഐ. എന്ന് പറഞ്ഞാൽ നമ്മുടെ ഹൃദയം കൊണ്ട് മാത്രമേ ഒരാൾക്ക് ശരിയായി കാണാൻ സാധിക്കുകയുള്ളൂ, പക്ഷേ പ്രധാനപ്പെട്ടത് കണ്ണുകൾക്ക് അദൃശ്യമായിരിക്കും. അതായത് നമ്മുടെ ജീവിതത്തിലുള്ള സ്നേഹം, ദയ എന്നിവയൊന്നും നമ്മുടെ കണ്ണുകൊണ്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കില്ല, പക്ഷെ അത് നമ്മുടെ ഹൃദയത്തിന് അനുഭവിക്കാനും മനസ്സിലാക്കാനും സാധിക്കും എന്നതാണ് ഈ ഒരു വചനത്തിലൂടെ പറഞ്ഞിട്ടുള്ളത്. ഇറ്റ് ഈസ് ഓൺലി വിത്ത് എ ഹേർട്ട്, ഹൃദയം കൊണ്ട് മാത്രമേ ദാറ്റ് വൺ ക്യാൻ സീ റൈറ്റ്ലി, ഒരാൾക്ക് കൃത്യമായി കാണാൻ സാധിക്കുകയുള്ളൂ. റൈറ്റ്ലി കൃത്യമായിട്ട്. വാട്ട് ഈസ് എസെൻഷ്യൽ, പക്ഷെ പ്രധാനപ്പെട്ടത് ഈസ് ഇൻവിസിബിൾ ടു ദ ഐ, കണ്ണുകൾക്ക് അദൃശ്യമാണ്. ഇൻവിസിബിൾ അദൃശ്യം. അപ്പോൾ ഇനി നമുക്ക് അടുത്ത പേജിലേക്ക് കിടക്കാം. നമുക്കവിടെ ലെറ്റ്സ് ലോഗിൻ എന്ന് കാണാം. തൊട്ട് താഴെയായിട്ട് മറ്റൊരാൾ പറഞ്ഞിട്ടുള്ള വേറൊരു വചനം കൊടുത്തിട്ടുണ്ട്. ദർ ഈസ് നോ സൺ വിത്തൗട്ട് ഷാഡോ, ഇറ്റ് ഈസ് എസെൻഷ്യൽ ടു നോ ദ നൈറ്റ്. അപ്പോൾ ഇത് പറഞ്ഞിട്ടുള്ളത് ആൽബർട്ട് ക്യാമസ് എന്ന് പറഞ്ഞിട്ടുള്ള ആളാണ്. ആരാണ്? ആൽബർട്ട് ക്യാമസ് എന്ന് പറഞ്ഞിട്ടുള്ള ആളാണ്. ദർ ഈസ് നോ സൺ വിത്തൗട്ട് ഷാഡോ, നിഴലുകളില്ലാതെ സൂര്യനില്ല. ഇറ്റ് ഈസ് എസെൻഷ്യൽ ടു നോ ദ നൈറ്റ്, രാത്രിയെക്കുറിച്ച് അറിയൽ വളരെ പ്രധാനപ്പെട്ടതാണ്. ഈ ഒരു വചനത്തിൽ നിന്ന് നമുക്ക് തൊട്ട് താഴെ 3 ചോദ്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു 3 ചോദ്യങ്ങൾക്ക് ഉത്തരം പറയുമ്പോൾ ഈ ഒരു വചനം കൊണ്ട് എന്താണ് ഉദ്ദേശിച്ചത് എന്ന് നമുക്ക് മനസ്സിലാകും. അപ്പോൾ ഒന്നാമത്തെ ചോദ്യമാണ്, വാട്ട് ഡു യു തിങ്ക് സൺ ആൻഡ് ഷാഡോ മീൻ ഇൻ ദ കണ്ടസ്റ്റ്? ഇതിൽ നൽകിയിട്ടുള്ള ഷാഡോ സൺ എന്നതുകൊണ്ട് എന്താണ് ഉദ്ദേശിച്ചത്? സൺ എന്ന് പറഞ്ഞാൽ നമ്മുടെ ജീവിതത്തിലുള്ള ഹാപ്പിയസ്റ്റ് മൊമെൻ്റ് ആണ്. ബട്ട് ദ ഷാഡോ എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിലുള്ള ഡാർക്കസ്റ്റ് മൊമെൻ്റ് ആണ്. ഓക്കെ, അപ്പോൾ നമ്മുടെ ജീവിതത്തിലുള്ള അന്ധകാരമേറിയ ഒരു നിമിഷമാണ് ഇവിടെ ഷാഡോ എന്ന് സൂചിപ്പിച്ചിട്ടുള്ളത്. സൺ എന്ന് സൂചിപ്പിച്ചിട്ടുള്ളത് നമ്മുടെ ജീവിതത്തിലെ വളരെ സന്തോഷകരമായ നിമിഷങ്ങൾ. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ അന്ധകാരമില്ലെങ്കിൽ സന്തോഷവും ഉണ്ടാവില്ല എന്നതാണ് ദർ ഈസ് നോ സൺ വിത്തൗട്ട് ഷാഡോ എന്നതുകൊണ്ട് ഉദ്ദേശിച്ചത്. പിന്നെ രണ്ടാമത്തെ ചോദ്യമാണ്, വാട്ട് ഡസ് ദ നൈറ്റ് റെപ്രസെൻറ്റ്? ഈ ഒരു നൈറ്റ് എന്തിനെയാണ് പ്രതിനിധീകരിക്കുന്നത്? അപ്പോൾ ഈ ഒരു വചനത്തിൽ നൽകിയിട്ടുള്ള നൈറ്റ് റെപ്രസെൻറ്റ് ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ജീവിതത്തിലുള്ള ഹാർഡ്ഷിപ്പാണ്. ദ ഹാർഡ്ഷിപ്പ് ഓഫ് അവർ ലൈഫ്. ഓക്കെ, നമ്മുടെ ജീവിതത്തിലുള്ള ദുരിതങ്ങൾ. അപ്പോൾ എന്താ പറഞ്ഞിട്ടുള്ളത്? ഇറ്റ് ഈസ് എസെൻഷ്യൽ ടു നോ ദ നൈറ്റ്, അതായത് നമ്മുടെ ജീവിതത്തിലുള്ള പ്രയാസങ്ങളെ നമ്മൾ അറിയലും വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് എന്നാണ് നമ്മുടെ വചനത്തിൽ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നൈറ്റ് എന്നതുകൊണ്ട് ഉദ്ദേശിച്ചത് ദ ഹാർഡ്ഷിപ്പ് ഓഫ് അവർ ലൈഫ്. മൂന്നാമത്തെ ചോദ്യമാണ്, ഹൗ ആർ ഗുഡ് ടൈംസ് ആൻഡ് ബാഡ് ടൈംസ് റിലേറ്റഡ് ടു ഈച്ച് അതർ? എങ്ങനെയാണ് നല്ല സമയത്തെയും അതുപോലെ ചീത്ത സമയത്തെയും പരസ്പരം ബന്ധപ്പെടുത്തിയിട്ടുള്ളത്? ജസ്റ്റ് ലൈക്ക് ഡേ ഫോളോസ് നൈറ്റ്, ഗുഡ് ടൈംസ് ആഫ്റ്റർ ഫോളോസ് ബാഡ് ടൈംസ്. അതായത് നമ്മുടെ രാത്രിയെ തുടർന്ന് ദിനം വരുന്നു, അതുപോലെ തന്നെ ചീത്ത സമയത്തിന് ശേഷം നമ്മുടെ നല്ല സമയം വരുന്നു. അതുപോലെയാണ് നല്ല സമയവും അതുപോലെ ചീത്ത സമയവും പരസ്പരം ബന്ധപ്പെട്ടിട്ടുള്ളത്. നമ്മുടെ ഓരോ ദിവസവും എങ്ങനെയാണ് കടന്നു പോകുന്നത്? ഒരു രാത്രി ഉണ്ടാകും, അതുപോലെ ഒരു പകലുണ്ടാകും. പകലിന് ശേഷം രാത്രി കടന്നു വരുന്നത് പോലെ നമ്മുടെ ജീവിതത്തിലും നല്ല സമയത്തിന് ശേഷം ചീത്ത സമയങ്ങൾ കടന്നു വരുന്നു. അപ്പോൾ അതുപോലെയാണ് നല്ല സമയവും അതുപോലെ ചീത്ത സമയവും പരസ്പരം ബന്ധപ്പെടുത്തിയിട്ടുള്ളത്. ഇനി നമുക്ക് പാഠഭാഗത്തിലേക്ക് കടക്കാം. പാഠഭാഗത്തിൻ്റെ തൊട്ട് മുകളിലായിട്ട് ഒരു പാരഗ്രാഫ് തന്നിട്ടുണ്ട്. കൈൻഡ്നെസ് ആൻഡ് എംപതി ആർ എസെൻഷ്യൽ ക്വാളിറ്റീസ് ഇൻ അവർ വേൾഡ്. നമ്മുടെ ഈ ഒരു ലോകത്തിൽ കൈൻഡ്നെസ് അതുപോലെ എംപതി, കൈൻഡ്നെസ് എന്ന് പറഞ്ഞാൽ ദയ, എംപതി എന്ന് പറഞ്ഞാൽ സഹാനുഭൂതി, ഇവ രണ്ടും വളരെ പ്രധാനപ്പെട്ട ഗുണങ്ങളാണ്, ക്വാളിറ്റീസ്, ഗുണങ്ങളാണ്.
ദിസ് സ്പ്രെഡ് ഇത് പരത്തുന്നു ലൈറ്റ് ആൻഡ് ഹോപ്പ് പ്രകാശവും പ്രതീക്ഷയും ഇവൻ ഇൻ ദ ഡാർക്കസ്റ്റ് ടൈം ഒരു അന്ധകാര സമയത്തിൽ പോലും. അതായത് സഹാനുഭൂതിയും ദയയും വളരെ ഇരുട്ടേറിയ സമയത്തിലും പ്രതീക്ഷയും അതുപോലെ പ്രകാശവും പരത്തുന്നു എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അവർ സൊസൈറ്റി നമ്മുടെ സമൂഹത്തിന് ടെൻസ് ടു ഐസൊലേറ്റ് ഒറ്റപ്പെടുത്താനുള്ള സാധ്യതയുണ്ട്. ദ വൺസ് ഹു അപ്പിയർ ഡിഫറെൻറ്റ് വളരെ വ്യത്യസ്തമായി കാണപ്പെടുന്ന ഒരാളെ. എസ്പെഷ്യലി ദോസ് ഹു ആർ വീക്ക് ആൻഡ് വൾനറബിൾ പ്രത്യേകിച്ച് അവർ ബലഹീനരും അതുപോലെ ദുർബലരും ആകുമ്പോൾ. വീക്ക് എന്ന് പറഞ്ഞാൽ ബലഹീനർ, വൾനറബിൾ എന്ന് പറഞ്ഞാൽ ദുർബലർ. വി മേ നോട്ട് ഓൾവേസ് റിയലൈസ് നമ്മൾ പലപ്പോഴും തിരിച്ചറിയാറില്ല ദാറ്റ് ഈവൻ സ്മോൾ ആക്ട് ഓഫ് കമ്പാഷൻ എന്തെന്ന് വെച്ചാൽ വളരെ ചെറിയ തരത്തിലുള്ള കാരുണ്യ പ്രവർത്തനം, കമ്പാഷൻ കാരുണ്യ പ്രവർത്തനം ക്യാൻ ഹാവ് എ സിഗ്നിഫിക്കൻറ്റ് ഇമ്പാക്റ്റ് അതിനൊരു വളരെ പ്രധാനപ്പെട്ട ഫലം, ഇമ്പാക്റ്റ് ഫലം ഉണ്ടാക്കാൻ കഴിയുമെന്ന് ഓൺ മനി ലീവ്സ് പല ജീവനുകളിലും. അതായത് നമ്മുടെ ഒരു ചെറിയ കാരുണ്യ പ്രവർത്തനം പല ജീവനുകളിലും ഒരു വലിയ മാറ്റം തന്നെ, ഒരു വലിയ ഫലം തന്നെ ഉണ്ടാകാനുള്ള സാധ്യത ഉണ്ട് എന്നുള്ളത് നമ്മൾ പലപ്പോഴും തിരിച്ചറിയാറില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ ഇനി നമുക്ക് ഈ ഒരു പാഠഭാഗത്തിലേക്ക് കടക്കാം. നമ്മുടെ പാഠഭാഗത്തിൻ്റെ പേരാണ് എ വെരി ഓൾഡ് മാൻ വിത്ത് എനാറമസ് വിങ്. എന്ന് വെച്ചാൽ വളരെ വലിയ ചിറകുകളുള്ള വളരെ പ്രായമേറിയ ഒരു മനുഷ്യൻ എന്നാണ് അർത്ഥം. എനാറമസ് എന്ന് പറഞ്ഞാൽ വളരെ വലിയ, വിങ്സ് ചിറകുകൾ, വെരി ഓൾഡ് മാൻ വളരെ പ്രായമേറിയ മനുഷ്യൻ. അപ്പോൾ ഈ ഒരു കഥ എഴുതിയിട്ടുള്ളത് ഗബ്രിയൽ ഗാർസിയ മാർക്കോസ് എന്ന് പറഞ്ഞിട്ടുള്ള ആളാണ്. അപ്പോൾ ഇനി നമുക്ക് ഈ ഒരു കഥയിലേക്ക് കടക്കാം. ദ ലൈറ്റ് വാസ് വീക്ക് പ്രകാശം വളരെയധികം ദുർബലമായിരുന്നു. വീക്ക് ദുർബലമായിരുന്നു. ഈവൻ അറ്റ് നൂൺ അത് ഉച്ചയാണെങ്കിലും, നൂൺ എന്ന് പറഞ്ഞാൽ ഉച്ച. വെൻ പെലായോ വാസ് കമ്മിങ് ബാക്ക് ടു ദ ഹൗസ് വെൻ പെലായോ വാസ് കമ്മിങ് ബാക്ക് പെലായോ തിരിച്ചു വരികയായിരുന്നു. കമ്മിങ് ബാക്ക് എന്ന് പറഞ്ഞാൽ തിരിച്ചു വരിക. ടു ദ ഹൗസ് വീട്ടിലേക്ക്. ഇറ്റ് വാസ് ഹാർഡ് ഫോർ ഹിം ഇത് അവന് വളരെയധികം പ്രയാസമായിരുന്നു. ഹാർഡ് പ്രയാസം. ടു സീ വാട്ട് വാസ് മൂവിങ് ആൻഡ് ഗ്രോണിങ് എന്താണ് ചലിക്കുന്നതെന്നും അതുപോലെ നിരങ്ങുന്നതെന്നും കാണാൻ വേണ്ടിയിട്ട്. ഗ്രോണിങ് എന്ന് പറഞ്ഞാൽ നിരങ്ങുക, ഗ്രോണിങ് എന്ന് പറഞ്ഞാൽ നിരങ്ങുക, മൂവിങ് ചലിക്കുക. ഇൻ ദ റിയർ ഓഫ് ദ കോർട്ട്യാർഡ് മുറ്റത്തിൻ്റെ പിൻവശത്ത്. റിയർ എന്ന് പറഞ്ഞാൽ പിൻവശം, കോർട്ട്യാർഡ് എന്ന് പറഞ്ഞാൽ മുറ്റം. ഹി ഹാഡ് ടു ഗോ ക്ലോസ് അവന് വളരെ അടുത്തേക്ക് പോവേണ്ടി വന്നു. ഹി ഹാഡ് ടു ഗോ വെരി ക്ലോസ് അവന് വളരെ അടുത്തേക്ക് പോവേണ്ടി വന്നു. ടു സീ കാണാൻ വേണ്ടിയിട്ട്. ദാറ്റ് ഇറ്റ് വാസ് എൻ ഓൾഡ് മാൻ എന്തെന്ന് വെച്ചാൽ അതൊരു വയസ്സേറിയ മനുഷ്യനാണെന്ന് തിരിച്ചറിയാൻ വേണ്ടിയിട്ട്. അപ്പോൾ അവന് അതെന്താണെന്ന് മനസ്സിലാകാൻ വേണ്ടിയിട്ട് അടുത്തേക്ക് പോവേണ്ടി വന്നു. അപ്പം അത് ആരാണ്? ഒരു പ്രായമേറിയ ഒരു മനുഷ്യനായിരുന്നു. എ വെരി ഓൾഡ് മാൻ വളരെ പ്രായമേറിയ ഒരു മനുഷ്യന്. ദ മാൻ വാസ് ലൈങ് ആ ഒരു മനുഷ്യന് കിടക്കുകയായിരുന്നു. കിടക്കുകയായിരുന്നു. ഫേസ് ഡൗൺ ഇൻ ദ മഡ് മുഖം കീയായിട്ട്. ഫേസ് ഡൗൺ എന്ന് പറഞ്ഞാൽ മുഖം കീയായിട്ട്. ഇൻ ദ മഡ് മണ്ണിൽ. ഇൻ സ്പൈറ്റ് ഓഫ് ഹിസ് ട്രിമാൻഡസ് എഫേർട്ട് ട്രിമാൻഡസ് എന്ന് പറഞ്ഞാൽ വലിയ ശക്തിയേറിയ എന്നൊക്കെയാണ് അർത്ഥം. എഫേർട്ട് പരിശ്രമം. അപ്പോൾ അവൻ്റെ വളരെ വലിയ പരിശ്രമം ഉണ്ടായിട്ടും ദ മാൻ കുഡൻറ്റ് ഗെറ്റ് അപ്പ് ആ ഒരു മനുഷ്യന് എഴുന്നേൽക്കാൻ കഴിഞ്ഞില്ല. ഗെറ്റപ്പ് എന്ന് പറഞ്ഞാൽ എഴുന്നേൽക്കുക. ഇംപെഡഡ് ബൈ ഹിസ് എനാറമസ് വിങ്സ് അതിന് തടസ്സമായത് അവൻ്റെ വലിയ ചിറകുകളായിരുന്നു. ഇംപെഡഡ് എന്ന് പറഞ്ഞാൽ തടസ്സം. ഇംപെഡഡ് ബൈ ഹിസ് എനാറമസ് വിങ്സ് ആ ഒരു വലിയ ചിറകുകൾ അതിനൊരു തടസ്സമായിരുന്നു. ഫ്രൈറ്റൻഡ് ബൈ ദ സൈറ്റ് ഈ ഒരു കാഴ്ച കണ്ട് പേടിച്ച് പെലായോ റാൻ ടു ദ എലിസണ്ട പെലായോ എലിസണ്ടയുടെ അടുത്തേക്ക് ഓടി. ഫ്രൈറ്റൻഡ് എന്ന് പറഞ്ഞാൽ പേടിക്കുക. ഹിസ് വൈഫ് അപ്പോൾ ഈ എലിസണ്ട എന്ന് പറയുന്നത് പെലായുടെ വൈഫാണ്. ഷീ വാസ് പുട്ടിങ് കംപ്രസ് ഓൺ ദ സിക്ക് ചൈൽഡ്. ഷീ വാസ് പുട്ടിങ് അവൾ വെക്കുകയായിരുന്നു. കംപ്രസസ് എന്ന് പറഞ്ഞാൽ തുണി അമർത്തുക. നമ്മളിപ്പോൾ പനി പിടിച്ച് കിടക്കുന്ന ഒരു കുട്ടിക്ക് നെറ്റിയിൽ തുണി വെച്ച് കൊടുക്കാറുണ്ട്. അപ്പോൾ കംപ്രസസ് എന്ന് പറഞ്ഞാൽ തുണി അമർത്തുക എന്നാണ് മീനിങ്. ഓൺ ദെയർ സിക്ക് ചൈൽഡ് അവരുടെ പനി പിടിച്ച കുട്ടിക്ക്. ഹീ ടൂക്ക് ഹെർ ടു ദ റിയർ ഓഫ് ദ കോർട്ട്യാർഡ്
അവൻ അവളെ മുറ്റത്തിൻ്റെ പിൻവശത്തേക്ക് കൊണ്ടുപോയി. ടൂക്ക് എന്ന് പറഞ്ഞാൽ കൊണ്ടുപോവുക. ദേ ബോത്ത് ലുക്ക്ഡ് അറ്റ് ദ ഫാളൻ ബോഡി. അവർ രണ്ടുപേരും ആ വീണ് കിടക്കുന്ന ശരീരത്തിലേക്ക് നോക്കി. ഫാളൻ ബോഡി എന്ന് പറഞ്ഞാൽ വീണ് കിടക്കുന്ന ശരീരം. ദ മാൻ വാസ് ഡ്രസ്ഡ് ലൈക്ക് എ റാഗ് പിക്കർ. ആ ഒരു മനുഷ്യന് വസ്ത്രം ധരിച്ചിരുന്നു. ദ മാൻ വാസ് ഡ്രസ്ഡ്. ആ ഒരു മനുഷ്യന് വസ്ത്രം ധരിച്ചിരുന്നു ലൈക്ക് എ റാഗ് പിക്കർ. റാഗ് പിക്കർ എന്ന് പറഞ്ഞാൽ പഴയ വസ്തുക്കൾ പെറുക്കുന്നവരെയാണ് നമ്മൾ റാഗ് പിക്കർ എന്ന് പറയുന്നത്. അപ്പോൾ പഴയ വസ്തുക്കൾ പെറുക്കുന്നവർ ധരിക്കുന്ന വസ്ത്രം ആയിരുന്നു ഈ ഒരു മനുഷ്യന് ധരിച്ചിരുന്നത്. അതുപോലത്തെ ഒരു വസ്ത്രമായിരുന്നു ഈ ഒരു മനുഷ്യനും ധരിച്ചിരുന്നത്. There were only a few faded hairs left on his bald skull and very few teeth in his mouth. There were only a few faded hairs. അവിടെ കുറച്ച് മങ്ങിയ മുടികൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഫെയ്ഡഡ് എന്ന് പറഞ്ഞാൽ മങ്ങിയ, ഹെയർസ് മുടികൾ, ലെഫ്റ്റ് ഓൺ ഹിസ് ബാൾഡ് സ്കള്. ബാൾഡ് എന്ന് പറഞ്ഞാൽ മുടിയില്ലാത്ത, സ്കൾ എന്ന് പറഞ്ഞാൽ തലയോട്ടി. അപ്പോൾ ബാൾഡ് സ്കൾ എന്ന് പറഞ്ഞാൽ മുടിയില്ലാത്ത തലയോട്ടിയിൽ, അവൻ്റെ ആ ഒരു മുടിയില്ലാത്ത തലയോട്ടിയിൽ. ആൻഡ് വെരി ഫ്യൂ ടീത്ത് ഇൻ ഹിസ് മൗത്ത്. വളരെ കുറച്ച് പല്ലുകൾ മാത്രമേ അവൻ്റെ വായിലുണ്ടായിരുന്നുള്ളൂ. ഫ്യൂ ടീത്ത് കുറച്ച് പല്ലുകൾ, മൗത്ത് എന്ന് പറഞ്ഞാൽ വായ. അപ്പോൾ അവൻ്റെ രൂപം എങ്ങനെയാണ്? അവൻ്റെ മുടിയില്ലാത്ത തലയിൽ കുറച്ച് മങ്ങിയ മുടികൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതുപോലെ അവൻ്റെ വായയിൽ കുറച്ച് പല്ലുകളും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഹിസ് പിറ്റിഫുൾ കണ്ടീഷൻ, അവൻ്റെ ആ ഒരു ദയനീയമായ അവസ്ഥ, സീംഡ് തോന്നിപ്പിച്ചു, ദാറ്റ് ഓഫ് എ ഡ്രഞ്ച്ഡ് ഗ്രേറ്റ് ഗ്രാൻഡ് ഫാദർ. ഡ്രഞ്ച്ഡ് എന്ന് പറഞ്ഞാൽ മഴയത്ത് നനഞ്ഞ് കുതിരുക എന്നാണ് ഡ്രഞ്ച്ഡ് എന്നുള്ളതിൻ്റെ മീനിങ്. അപ്പോൾ ദാറ്റ് ഓഫ് എ ഡ്രഞ്ച്ഡ് ഗ്രേറ്റ് ഗ്രാൻഡ് ഫാദർ എന്ന് പറഞ്ഞാൽ മഴത്ത് നനഞ്ഞു കുതിർന്ന ഒരു മുതുമുത്തച്ഛനെ പോലെ. അപ്പോൾ അവൻ്റെ ഒരു ദയനീയമായ അവസ്ഥ കണ്ടപ്പോൾ മഴത്ത് നനഞ്ഞു കുതിർന്ന മുതുമുത്തച്ഛനെ പോലെ തോന്നിപ്പിച്ചു. ദിസ് ടൂക്ക് എവേ എനി സെൻസ് ഓഫ് ഗ്രാൻഡ്യൂർ ഹി മൈറ്റ് ഹാവ് ഹാഡ്. ദിസ് ടൂക്ക് എവേ എന്ന് പറഞ്ഞാൽ ഇത് എടുത്ത് വലിച്ചെറിഞ്ഞു. എനി സെൻസ് ഓഫ് ഗ്രാൻഡ്യൂർ, എല്ലാ തരത്തിലുള്ള ആകർഷണീയമായ രൂപവും. ഹി മൈറ്റ് ഹാവ് ഹാഡ്, അവനുള്ള. അപ്പോൾ അവനുള്ള എല്ലാ തരത്തിലുള്ള ആകർഷണീയമായ രൂപത്തെയും ഈ ഒരു പിറ്റിഫുൾ കണ്ടീഷൻ കണ്ടപ്പോൾ നമ്മുടെ പെലായയുടെയും അതുപോലെ എലിസൻ്റെയും മനസ്സിൽ നിന്ന് മാഞ്ഞുപോയി. അതായത് പെലായയും എലിസൻ്റെയും ഈ വെരി ഓൾഡ് മാനെ കണ്ടപ്പോൾ വളരെയധികം പേടിച്ചു പോയിരുന്നു. പക്ഷെ അവൻ്റെ വളരെ ദയനീയമായ അവസ്ഥ കണ്ടപ്പോൾ അവർക്ക് പാവം തോന്നി. അപ്പോൾ അവർക്ക് ഈ ഒരു ആകർഷണീയമായ ഈ രൂപമൊന്നും ഒരു പേടിയായി തോന്നിയില്ല. അവനോടൊരു പാവം ഭാവമാണ് അവർക്കുണ്ടായത്. അതാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. ഹിസ് ഹ്യൂജ് ബസാർഡ് വിങ്സ്, ഡേർട്ടി ആൻഡ് ഹാഫ് പ്ലക്ക്ഡ്, were entangled in the mud. ഹിസ് ഹ്യൂജ് ബസാർഡ് വിങ്സ്, അവൻ്റെ വലിയ ബസാർഡ് വിങ്സ്. ഈ ബസാർഡ് എന്ന് പറഞ്ഞാൽ എ ലാർജ് ബേർഡ് ഓഫ് പ്രേ എന്ന് പറഞ്ഞാൽ ഒരു വലിയ ഇരപിടിയൻ പക്ഷി. അപ്പോൾ അവൻ്റെ ആ ഒരു ഹ്യൂജ് വലിയ ചിറകുകൾ, ഡേർട്ടി ആൻഡ് ഹാഫ് പ്ലക്ക്ഡ്, ഡേർട്ടി മലിനമായിരുന്നു, അതുപോലെ ഹാഫ് പ്ലക്ക്ഡ് പകുതി പൊട്ടിപ്പോയിരുന്നു. വർ എൻറ്റാങ്കിൾഡ് ഇൻ ദ മഡ്, അവയെല്ലാം മണ്ണിൽ കുടുങ്ങിയിരിക്കുകയായിരുന്നു. എൻറ്റാങ്കിൾഡ് കുടുങ്ങുക, മഡ് മണ്ണ്. പിന്നെ എന്താണ്? ദേ ലുക്ക്ഡ് അറ്റ് ഹിം സോ ലോങ്, അവർ അവനെ വളരെ വിട്ടുനിന്ന് നോക്കി. ആൻഡ് സോ ക്ലോസ്ലി, വളരെ അടുത്തു നിന്നും നോക്കി. ദാറ്റ് പെലായോ ആൻഡ് എലിസണ്ട വെരി സൂൺ ഓവർകെയിം ദിയർ സർപ്രൈസ്, അതുകൊണ്ട് തന്നെ പെലായയും എലിസണ്ടയും അവരുടെ സർപ്രൈസ് വളരെ പെട്ടെന്ന് തന്നെ മറികടന്നു. ഓവർകെയിം എന്ന് പറഞ്ഞാൽ മറികടന്നു. ഇൻ ദ എൻഡ്, അങ്ങനെ അവസാനം ദേ ഫൗണ്ട് ഹിം ഫെമിലിയർ, അവരവനെ ഒരു സുഹൃത്തായിട്ട് കണ്ടു. ഫെമിലിയർ സുഹൃത്ത് എന്നാണ് അർത്ഥം. ദെൻ ദേ ഡയേർഡ് സ്പീക്ക് ടു ഹിം, പിന്നെ അവനോട് സംസാരിക്കാൻ വേണ്ടിയിട്ട് ധൈര്യം കാട്ടി. ഡയേർഡ് എന്ന് പറഞ്ഞാൽ ധൈര്യം കാട്ടി. ഹി ആൻസേർഡ് ഇൻ എൻ ഇൻകംപ്രഹെൻസിബിൾ ഡയാലക്റ്റ് വിത്ത് എ സ്ട്രോങ് സെയിലിയേഴ്സ് വോയിസ്. ഹി ആൻസേർഡ്, അവൻ ഉത്തരം പറഞ്ഞു. ഇൻ ആൻ ഇൻകംപ്രഹെൻസിബിൾ ഡയാലക്റ്റ്, അറിയാനാകാത്ത ഭാഷയിൽ. എങ്ങനെയാണ് അവൻ ഉത്തരം പറഞ്ഞത്? അറിയാനാകാത്ത ഒരു ഭാഷയിലാണ് അവന് ഉത്തരം പറഞ്ഞത്. വിത്ത് എ സ്ട്രോങ് സെയിലിയേഴ്സ് വോയിസ്, അവൻ്റെ ശബ്ദം ഒരു കടൽക്കാരൻ്റെ ശബ്ദമായിരുന്നു, അതായത് ഒരു നാവികൻ്റെ ശബ്ദമായിരുന്നു.
ദേ കൺക്ലൂഡഡ്, അവരങ്ങനെ നിർണയിച്ചു, ദാറ്റ് ഹീ വാസ് എ ലോൺലി കാസ്റ്റവേ, അവനൊരു ഒറ്റപ്പെട്ട കാസ്റ്റവേ ആണ്. കാസ്റ്റവേ എന്ന് പറഞ്ഞാൽ കടലാക്രമണത്തിൽ നിന്നും രക്ഷപ്പെട്ട ആളെയാണ് നമ്മൾ കാസ്റ്റവേ എന്ന് പറയുന്നത്. ഫ്രം സം ഫോറിൻ ഷിപ്സ്, ഒരു അന്യ കപ്പലിൽ നിന്നും, റെക്കഡ് ബൈ ദ സ്റ്റോം, കൊടുങ്കാറ്റ് മൂലം തകർന്ന. അപ്പോൾ ഇവർ നിർണ്ണയിക്കുകയാണ് കൊടുങ്കാറ്റ് മൂലം തകർന്ന ഒരു അന്യ ഷിപ്പിൽ നിന്നും വന്ന കാസ്റ്റവേ ആണ് ഇവനെന്ന്. പിന്നെ എന്താണ്, ദെൻ ദേ കോൾഡ് ഇൻ എ നൈബർ വുമൻ ടു സീ ഹിം, പിന്നെ അവർ ഒരു അയൽവാസി സ്ത്രീയെ അവനെ കാണാൻ വേണ്ടിയിട്ട് വിളിച്ചു. ഓൾ ഷീ നീഡഡ് വാസ് വൺ ലുക്ക്, അവൾക്ക് ആകെ ആവശ്യമായിരുന്നത് ഒറ്റ നോട്ടമായിരുന്നു. വൺ ലുക്ക്, ഒറ്റ നോട്ടം. ടു ഷോ ദം ദെയർ മിസ്റ്റേക്ക്, അവരുടെ തെറ്റ് കാണിക്കാൻ വേണ്ടിയിട്ട്. ഹീസ് എൻ ഏഞ്ചൽ, അവനൊരു മാലാഖയാണ്. ഷീ ടോൾഡ് ദം, അവൾ അവരോട് പറഞ്ഞു. അപ്പോൾ ഇതുവരെ എലിസണ്ടയും പെലായിയും വിചാരിച്ചിരുന്നത് ഇവനൊരു കാസ്റ്റവേ എന്നാണ്, കാസ്റ്റവേ ആണ് എന്നാണ്. പക്ഷേ ഈ ഒരു വുമന് ആ ഒരു തെറ്റ് ഇവർക്ക് തിരുത്തി കൊടുക്കുകയാണ്. ഇവനൊരു മാലാഖയാണെന്ന് ആ ഒരു സ്ത്രീ ഇവരോട് പറയുകയാണ്. ഹി മസ്റ്റ് ഹാവ് ബീൻ കമ്മിങ് ഫോർ ദ ചൈൽഡ്, അവന് തീർച്ചയായും വന്നിട്ടുള്ളത് അവൻ്റെ കുട്ടിക്ക് വേണ്ടിയിട്ടായിരിക്കും. ബട്ട് ദ പൂർ ഫെല്ലോ, പക്ഷേ ഈ ഒരു പാവപ്പെട്ട സുഹൃത്ത് ഈസ് സോ ഓൾഡ്, വളരെയധികം വയസ്സായിട്ടുണ്ട്. ദാറ്റ് ദ റെയിൻ നോക്ക്ഡ് ഹിം ഡൗൺ, അതുകൊണ്ട് തന്നെ മഴ അവനെ താഴേക്ക് വീഴ്ത്തിയിട്ടുണ്ടാകും. നോക്ക്ഡ് എന്ന് പറഞ്ഞാൽ വീഴ്ത്തുക. ഓൺ ദ ഫോളോവിങ് ഡേ, തുടർന്നുള്ള ദിവസം, എവ്രി വൺ ന്യൂ, എല്ലാവരും അറിഞ്ഞു, ദാറ്റ് എ ഫ്ലഷ് ആൻഡ് ബ്ലഡ് ഏഞ്ചൽ, മാംസവും രക്തവുമുള്ള മാലാഖ, അതായത് ജീവനുള്ള മാലാഖ, വാസ് ഹെൽഡ് ക്യാപ്റ്റീവ്, അത് തടവിലാക്കപ്പെട്ടിട്ടുണ്ട്, ഇൻ പെലായോസ് ഹൗസ്, പെലായുടെ വീട്ടിൽ. പെലായോ വാച്ച്ഡ്, പെലായ നിരീക്ഷിച്ചു. ഓവർ ഹിം ഓൾ ആഫ്റ്റർനൂൺ ഫ്രം ദ കിച്ചൺ, ഉച്ചവരെ കിച്ചണിൽ നിന്ന് അവനെ നിരീക്ഷിച്ചു കൊണ്ടിരുന്നു. ആര്? പെലായോ. ആംഡ് വിത്ത് ഹിസ് ബൈലിഫീസ് ക്ലബ്ബ്, ബൈലിഫീസ് എന്ന് പറഞ്ഞാൽ ഓർഡർ പാലിക്കുകയും തടവുകാരുടെ ചുമതല വഹിക്കുകയും ചെയ്യുന്ന ഒരു ഉദ്യോഗസ്ഥനാണ്. അപ്പോൾ ആ ഒരു ഉദ്യോഗസ്ഥൻ്റെ വടിയുമായിട്ട് ആയുധസജ്ജമായിട്ട് നമ്മുടെ പെലായോ ഈ ഒരു മാലാഖയെ ഉച്ചവരെ നിരീക്ഷിച്ചു കൊണ്ടിരുന്നു. ഓൾ ആഫ്റ്റർനൂൺ എന്ന് പറഞ്ഞാൽ ഉച്ചവരെ. ബിഫോർ ഗോയിങ് ടു ബെഡ്, ബെഡിലേക്ക് പോകുന്നതിന് മുമ്പ്, അതായത് രാത്രി ഉറങ്ങാൻ പോകുന്നതിന് മുമ്പ്, ഹി ഡ്രാഗ്ഡ് ഹിം ഔട്ട് ഓഫ് ദ മഡ്, അവനെ ആ ഒരു മണ്ണിൽ നിന്നും വലിച്ചെടുത്തു. ഡ്രാഗ്ഡ്, വലിച്ചെടുക്കുക. ആൻഡ് ലോക്ക്ഡ് ഹിം, അവനെ പൂട്ടിയിട്ടു. അപ്പ് വിത്ത് ദ ഹെൻസ്, കോഴികളോടൊപ്പം, ഇൻ ദ ചിക്കൻ കൂപ്പ്, കോഴിക്കൂട്ടിൽ. അപ്പോൾ അവന് രാത്രിയായപ്പോൾ അവനെ ആ ഒരു മണ്ണിൽ നിന്നും വലിച്ചെടുത്തിട്ട് കോഴികളോടൊപ്പം കോഴിക്കൂട്ടിൽ പൂട്ടിയിട്ടു. എ ഷോർട്ട് ടൈം ആഫ്റ്റർ വാർഡ്, കുറച്ച് സമയത്തിന് ശേഷം, ദ ചൈൽഡ് വോക്കപ്പ്, ആ ഒരു കുട്ടി എഴുന്നേറ്റു. വിതൗട്ട് എ ഫെവർ, ഒരു പനിയുമില്ലാതെ. ആൻഡ് വിത്ത് എ ഡിസയർ ടു ഈറ്റ്, കഴിക്കണം എന്നുള്ളൊരു ആഗ്രഹത്തോടെ. ഡിസയർ എന്ന് പറഞ്ഞാൽ ആഗ്രഹം. അപ്പോൾ നമുക്ക് നേരത്തെ അറിയാം എലിസണ്ടയുടെയും അതുപോലെ പെലായുടെയും കുട്ടിക്ക് പനി പിടിച്ചിരുന്നു. അപ്പോൾ അവൻ്റെ പനിയെല്ലാം മാറി അവന് കഴിക്കാനുള്ള ആഗ്രഹത്തോടെ എണീറ്റു എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ദെൻ ദേ ഫെൽട്ട് മാഗ്നാനിമസ്, പിന്നെ ഈ പെലായക്കും അതുപോലെ എലിസണ്ടക്കും ഫെൽട്ട് മാഗ്നാനിമസ്. മാഗ്നാനിമസ് എന്ന് പറഞ്ഞാൽ ഉദാരത, ഉദാരത തോന്നി. ഫെൽട്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? തോന്നി. ദേ ഡിസൈഡഡ്, അവർ തീരുമാനിച്ചു, ടു പുട്ട് ദ ഏഞ്ചൽ, ഈ ഒരു ഏഞ്ചലിനെ അയക്കണം, ഓൺ എ റാഫ്റ്റ്. റാഫ്റ്റ് എന്ന് പറഞ്ഞാൽ തടിയിൽ. വിത്ത് ഫ്രഷ് വാട്ടർ ആൻഡ് പ്രൊവിഷൻസ്, നല്ല ശുദ്ധമായ വെള്ളവും അതുപോലെ ആവശ്യ വസ്തുക്കളും വെച്ചു കൊടുത്തുകൊണ്ട്. ഫോർ 3 days, 3 ദിവസത്തിന് വേണ്ടിയിട്ട്. ആൻഡ് ലീവ് ഹിം, അവനെ വിട്ടയക്കണം, ടു ഹിസ് ഫേറ്റ്, അവൻ്റെ വിധിക്ക് വേണ്ടിയിട്ട്. ഓൺ ദ ഹൈ സീ, അതായത് ആഴത്തിലുള്ള കടലിൽ. അപ്പോൾ ഇവർ തീരുമാനിക്കുകയാണ് ആഴത്തിലുള്ള കടലിൽ ഇവൻ്റെ വിധിക്ക് ഇവനെ നമുക്ക് വിട്ടയക്കാം, ഒരു റാഫ്റ്റിലാക്കിയിട്ട് നമുക്കിവനെ വിട്ടയക്കാം എന്നിവർ തീരുമാനിക്കുകയാണ്. റാഫ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇതാണ് എന്താ? തടി. അപ്പോൾ ആ ഒരു തടിയിൽ അവൻക്ക് ആവശ്യമായിട്ടുള്ള നല്ല ശുദ്ധമായ വെള്ളവും അതുപോലെ പ്രൊവിഷൻസ് എന്ന് പറഞ്ഞാൽ ആവശ്യ വസ്തുക്കളും വെച്ച് കൊടുത്തു കൊണ്ടിട്ട് ഇവൻ്റെ വിധിക്ക് അങ്ങ് വിട്ടയക്കാം എന്നുള്ളൊരു ഉദാര മനസ്കത ഇവർക്ക് തോന്നുകയാണ്. പിന്നെ എന്താണ് സംഭവിച്ചത്? ദ ന്യൂസ് ഓഫ് ദ ക്യാപ്റ്റീവ് ഏഞ്ചൽ സ്പ്രെഡ് വിത്ത് ഗ്രേറ്റ് റാപ്പിഡിറ്റി. ദ ന്യൂസ് ഓഫ് ദ ക്യാപ്റ്റീവ് ഏഞ്ചൽ, ആ തടവിലാക്കപ്പെട്ട മാലാഖയെക്കുറിച്ചിട്ടുള്ള വാർത്ത, സ്പ്രെഡ് വിത്ത് ഗ്രേറ്റ് റാപ്പിഡിറ്റി, വളരെ വേഗത്തിൽ പരന്നു. റാപ്പിഡിറ്റി എന്ന് പറഞ്ഞാൽ വേഗത്തിൽ, ഗ്രേറ്റ് എന്ന് പറഞ്ഞാൽ
വളരെ വലിയ. ആഫ്റ്റർ എ ഫ്യൂ ഹവേഴ്സ്, കുറച്ച് മണിക്കൂറുകൾക്കകം, ദ കോർട്ട്യാർഡ് ഹാഡ് ദ ബസ്റ്റിൽ ഓഫ് മാർക്കറ്റ് പ്ലേസ്. ആ ഒരു മുറ്റം എന്തായി മാറി? ബസ്റ്റിൽ ഓഫ് എ മാർക്കറ്റ് പ്ലേസ് ആയി. അതായത് ഈ ഒരു ചന്തയുടെ തിരക്ക് പോലെയായി. ബസ്റ്റിൽ ഓഫ് എ മാർക്കറ്റ് പ്ലേസ് എന്ന് പറഞ്ഞാൽ ചന്തയുടെ തിരക്ക്. ചന്തയുടെ തിരക്ക് പോലെ ആ ഒരു മുറ്റം മാറി. ദ കപ്പിൾ ഹാഡ് ടു കോൾ ഇൻ ട്രൂപ്പ് ടു ഡിസ്പേഴ്സ് ദ മോപ്പ്. ദ കപ്പിൾ ഹാഡ്, ആ ഒരു ദമ്പതിമാർക്ക്, ഹാഡ് ടു കാൾ ഇൻ ട്രൂപ്സ്, സൈനികരെ വിളിക്കേണ്ടി വന്നു, ടു ഡിസ്പേഴ്സ് ദ മോപ്പ്, ആ ഒരു ജനക്കൂട്ടത്തെ അവിടെ നിന്നും പറഞ്ഞയക്കാൻ വേണ്ടിയിട്ട്. ഡിസ്പേഴ്സ് എന്ന് പറഞ്ഞാൽ പറഞ്ഞയക്കുക, മോപ്പ് ജനക്കൂട്ടം. ദേ ഗോട്ട് ദ ഐഡിയ ഓഫ് ഫെൻസിങ് ഇൻ ദ യാർഡ്. പിന്നെ അവർക്ക് മറ്റൊരു ഐഡിയ കിട്ടി. ദേ ഗോട്ട് ദ ഐഡിയ, അവർക്കൊരു ഐഡിയ കിട്ടി, ഓഫ് ഫെൻസിങ് ഇൻ ദ യാർഡ്, ആ ഒരു തോട്ടത്തിൽ വേലി കെട്ടുക എന്നുള്ള ഐഡിയ. ഫെൻസിങ് എന്ന് പറഞ്ഞാൽ വേലി കെട്ടുക, യാർഡ് തോട്ടം. ആൻഡ് ചാർജിങ് 5 cents, എന്നിട്ട് 5 cent ഈടാക്കുക. ചാർജ് എന്ന് പറഞ്ഞാൽ ഈടാക്കുക. 5 cent എന്ന് പറയുന്നത് ഒരു മണിയാണ് കേട്ടോ. ഫോർ അഡ്മിഷൻ, പ്രവേശനത്തിന് വേണ്ടിയിട്ട്. ടു സീ ദ ഏഞ്ചൽ, ആ ഒരു മാലാഖയെ കാണാൻ വേണ്ടിയിട്ട്. മാലാഖയെ കാണാൻ വേണ്ടിയിട്ടുള്ള പ്രവേശനത്തിനായിട്ട് അവർ 5 cent ഈടാക്കിയിട്ട് അവരവരുടെ ഒരു കച്ചവടം സ്ഥാപിക്കാൻ വേണ്ടിയിട്ട് അവർക്കൊരു ഐഡിയ കിട്ടി. ദ ക്യൂരിയസ് കെയിം ഫ്രം ഫാർ അവേ. ദ ക്യൂരിയസ് എന്ന് പറഞ്ഞാൽ വളരെ ആകാംക്ഷയുള്ളവർ, കെയിം ഫ്രം ഫാർ അവേ, വളരെ ദൂരെ നിന്ന് തന്നെ വരാൻ തുടങ്ങി. ദ മോസ്റ്റ് അൺഫോർച്ചുനേറ്റ്, വളരെ നിർഭാഗ്യവന്മാരായ രോഗികൾ. ദ മോസ്റ്റ് അൺഫോർച്ചുനേറ്റ് ഇൻവാലിഡ്സ്, വളരെ നിർഭാഗ്യവാന്മാരായ രോഗികൾ. ഇൻവാലിഡ്സ് എന്ന് പറഞ്ഞാൽ രോഗികൾ. അൺഫോർച്ചുനേറ്റ് നിർഭാഗ്യവാന്മാരായ. ഓൺ എർത്ത്, ഈ ഭൂമിയിലുള്ള. കെയിം ഇൻ സെർച്ച് ഓഫ് ഹെൽത്ത്, ഹെൽത്ത് എന്ന് പറഞ്ഞാൽ ആരോഗ്യം. ആരോഗ്യം തേടി അവിടെ വരാൻ തുടങ്ങി. പെലായോ ആൻഡ് എലിസണ്ട വർ ഹാപ്പി വിത്ത് ഫാറ്റിക്. പെലായും എലിസണ്ടയും തളർന്നിട്ടുണ്ടെങ്കിലും അവർക്ക് വളരെയധികം സന്തോഷമായിരുന്നു. പെലായോ ആൻഡ് എലിസണ്ട വർ ഹാപ്പി വിത്ത് ഫാറ്റിക്. ഫാറ്റിക് എന്ന് പറഞ്ഞാൽ തളരുക. ഇൻ ലെസ് ദാൻ എ വീക്ക്, ഒരാഴ്ചക്കുള്ളിൽ തന്നെ, ദേ ഹാഡ് ക്രെയിംഡ് ദെയർ റൂം വിത്ത് മണി. ദേ ഹാഡ് ക്രെയിംഡ്, അവർ നിറച്ചു, ദെയർ റൂം വിത്ത് മണി, അവരുടെ റൂം മണി കൊണ്ട്, അതായത് പണം കൊണ്ട്. അപ്പോൾ ഒരാഴ്ചക്കുള്ളിൽ തന്നെ അവരവരുടെ മുറിയിൽ പണം കൊണ്ട് നിറച്ചു. സ്റ്റിൽ ദ ലൈൻ ഓഫ് പിലിഗ്രിംസ് വെയിറ്റിംഗ് ദെയർ ടേൺ ടു എൻ്റർ റീച്ച്ഡ് ബിയോണ്ട് ദ ഹൊറിസോൺ. സ്റ്റിൽ, എന്നിട്ടും, ദ ലൈൻ ഓഫ് പിലിഗ്രിംസ്, തീർത്ഥാടകരുടെ നിര. പിലിഗ്രിംസ് എന്ന് പറഞ്ഞാൽ തീർത്ഥാടകർ, ലൈൻ എന്ന് പറഞ്ഞാൽ നിര. വെയിറ്റിംഗ് ദെയർ ടേൺ ടു എൻ്റർ, പ്രവേശിക്കാനായിട്ട് അവരുടെ ഊയത്തിന് കാത്തിരിക്കുന്ന. ടേൺ എന്ന് പറഞ്ഞാൽ ഊയം. റീച്ച്ഡ് ബിയോണ്ട് ദ ഹൊറിസോൺ, കാഴ്ചക്കപ്പുറം എത്തി. ബിയോണ്ട് അപ്പുറം, റീച്ച്ഡ് എത്തി. ഹൊറിസോൺ എന്ന് ഇവിടെ സൂചിപ്പിച്ചിട്ടുള്ളത് അവരൊരു നിശ്ചിത സ്ഥലം ഇതിനായിട്ട് ഉപയോഗിച്ചിട്ടുണ്ടാകും. അപ്പോൾ ആ ഒരു നിശ്ചിത സ്ഥലത്തിനപ്പുറത്തേക്ക് തീർത്ഥാടകരുടെ വരി വികസിച്ചു എന്നാണ് ഇവിടെ സൂചിപ്പിച്ചിട്ടുള്ളത്. ദ ഏഞ്ചൽ വാസ് ദ ഓൺലി വൺ, ആ ഒരു മാലാഖ മാത്രമായിരുന്നു, ഒരേ ഒരു ആൾ. ഓൺലി വൺ, ഒരേ ഒരു ആൾ. ഹു ടോക്ക് നോ പാർട്ട്, അവനൊരു പങ്കാളിത്തവും കാണിച്ചില്ല. ഇൻ ഹിസ് ഓൺ ആക്ട്, അവൻ്റെ സ്വന്തം പ്രവൃത്തിയിൽ. അപ്പം അവനൊരു പങ്കാളിത്തവും അവൻ്റെ പ്രവൃത്തിയിൽ കാണിച്ചിരുന്നില്ല. ഹീ സ്പെൻഡ് ഹിസ് ടൈം, അവൻ അവൻ്റെ സമയം ചെലവഴിച്ചു. ട്രൈങ് ടു ഗെറ്റ് കംഫർട്ടബിൾ, കൂടുതൽ സുഖകരമാകാൻ വേണ്ടിയിട്ട്. ഇൻ ഹിസ് ബോറോവ്ഡ് നെസ്റ്റ്, അവൻ്റെ അഭയം തേടിയിട്ടുള്ള ഒരു കൂട്ടിൽ. ബോറോവ്ഡ് നെസ്റ്റ് എന്ന് പറഞ്ഞാൽ അഭയം തേടിയ കൂട് എന്നാണ് അർത്ഥം. അറ്റ് ഫസ്റ്റ്, ആദ്യത്തിൽ, ദേ ട്രൈഡ്, അവർ ശ്രമിച്ചു, ടു മേക്ക് ഹിം ഈറ്റ് സം മോത്ത് ബോൾസ്, കുറച്ച് മോത്ത് ബോൾസ് അവനെ കഴിപ്പിക്കാൻ. ഈ മോത്ത് ബോൾസ് എന്ന് പറഞ്ഞാൽ വസ്ത്രങ്ങളെ കീടങ്ങളിൽ നിന്നും സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു നാഫ്തലൈൻ ബോളാണ്. ബട്ട് ഹീ ഏറ്റ് നത്തിങ്, പക്ഷെ അവനൊന്നും കഴിച്ചില്ല. ബട്ട് എഗ് പ്ലാന്റ് മഷ്, പക്ഷെ അവന് കഴിച്ചത് എഗ് പ്ലാന്റ് മഷ് ആയിരുന്നു, അതായത് വഴുതന കഞ്ഞിയായിരുന്നു. ഹിസ് ഓൺലി സൂപ്പർ നാച്ചുറൽ വേർച്ച് സീംഡ് ടു ബി പേഷ്യൻസ്. ഹിസ് ഓൺലി സൂപ്പർ നാച്ചുറൽ വേർച്ച്, അവൻ്റെ ഒരേ ഒരു അമാനുഷിക ഗുണം, സീംഡ് ടു ബി പേഷ്യൻസ്, ക്ഷമയാണെന്ന് തോന്നി. പേഷ്യൻസ് എന്ന് പറഞ്ഞാൽ ക്ഷമ. സൂപ്പർ നാച്ചുറൽ വേർച്ച് എന്ന് പറഞ്ഞാൽ അമാനുഷികമായ ഗുണം. വേർച്ച് ഗുണം. ഹി വാസ് ക്വൈറ്റ് പേഷ്യൻറ്റ്, അവൻ വളരെയധികം ക്ഷമ കാട്ടി. വെൻ ദ ഹാൻഡ്സ് പെക്ഡ് അറ്റ് ഹിം,
കോഴികൾ അവനെ കൊത്തിയപ്പോൾ സെർച്ചിങ് ഫോർ ദ പാരസൈറ്റ്സ് ഇൻ ഹിസ് വിങ്സ്, അവൻ്റെ ചിറകുകളിലുള്ള കീടങ്ങളെ തിരഞ്ഞുകൊണ്ട്. പാരസൈറ്റ്സ് എന്ന് പറഞ്ഞാൽ കീടങ്ങൾ. ഹി വാസ് പേഷ്യൻറ്റ്, അവൻ ക്ഷമ കാട്ടിയിരുന്നു. എഗെയിൻ, വീണ്ടും. വെൻ ദ ക്രിപ്പിൾസ്, ഈ മുടന്തന്മാർ പുൾഡ് ഔട്ട് ഹിസ് ഫെദേഴ്സ്, അവൻ്റെ തൂവലുകൾ വലിച്ചപ്പോഴും. പുൾഡ് ഔട്ട്, വലിക്കുക. ടു ടച്ച് ദെയർ ലിംസ് വിത്ത്, അവരുടെ കൈകാലുകൾ ആ ഒരു ഫെദേഴ്സിനെ തട്ടിപ്പിക്കാൻ വേണ്ടിയിട്ട്. അതായത് ഇവർ മുടന്തന്മാരായതുകൊണ്ട് തന്നെ ആ ഒരു അസുഖത്തിൽ നിന്ന് അവർക്ക് ഭേദമാകാൻ വേണ്ടിയിട്ട് ഇവൻ്റെ ഫെദേഴ്സ് വലിച്ചെടുത്തിട്ട് അവരുടെ കൈകാലുകളിൽ തട്ടിക്കാൻ ശ്രമിച്ചു എന്നതാണ് ഇവിടെ നൽകിയിട്ടുള്ളത്. ഹി റിമൈൻഡ് പേഷ്യൻറ്റ്, അവൻ വീണ്ടും ക്ഷമ കാണിച്ചു. വെൻ ഇവൻ ദ മോസ്റ്റ് മേഴ്സിഫുൾ ത്രൂ സ്റ്റോൺസ് അറ്റ് ഹിം, വെൻ ഇവൻ ദ മോസ്റ്റ് മേഴ്സിഫുൾ, വളരെയധികം കാരുണ്യമേറിയവർ ത്രൂ സ്റ്റോൺസ് അറ്റ് ഹിം, അവൻ്റെ മേലിലേക്ക് കല്ലെറിഞ്ഞപ്പോഴും. വളരെ കരുണയുള്ളവർ പോലും അവൻ്റെ മേലിലേക്ക് കല്ലെറിഞ്ഞപ്പോൾ പോലും അവൻ അവിടെ ക്ഷമ കാണിച്ചു. ആഫ്റ്റർ ഓൾ, എല്ലാത്തിനുമുപരി, ദേ വർ ഓൺലി ട്രൈങ്, അവർ ആകെ ശ്രമിക്കുന്നത് ടു ഗെറ്റ് ഹിം ടു റൈസ്, അവനെ എഴുന്നേൽപ്പിക്കാനാണ്. സോ ദാറ്റ്, അതുകൊണ്ട് തന്നെ ദേ കുഡ് സീ ഹിം സ്റ്റാൻഡിങ്, അവർക്ക് അവനെ എഴുന്നേറ്റ് നിന്ന് കാണാൻ സാധിക്കുന്നതാണ്. ഇറ്റ് സോ ഹാപ്പൻഡ് ദാറ്റ് ഡ്യൂറിങ് ദോസ് ഡേയ്സ് ദർ അറൈവ്ഡ് ഇൻ ദ ടൗൺ എ ട്രാവലിംഗ് ഷോ. ഇറ്റ് സോ ഹാപ്പൻഡ് ദാറ്റ് ഡ്യൂറിങ് ദോസ് ഡേയ്സ്, ഇതും ആ ഒരു ദിവസങ്ങളിലാണ് സംഭവിച്ചത്. ദർ അറൈവ്ഡ് ഇൻ ദ ടൗൺ, അവിടെ ആ ഒരു ടൗണിൽ എത്തിച്ചേർന്നു. എ ട്രാവലിംഗ് ഷോ, ഒരു ട്രാവലിംഗ് ഷോ. ദ മെയിൻ അട്രാക്ഷൻ, അതിലുള്ള പ്രധാനപ്പെട്ട അട്രാക്ഷൻ, അതായത് ആകർഷണം, വാസ് എ വുമൻ, അതൊരു സ്ത്രീ ആയിരുന്നു. ഹു ഹാഡ് ബീൻ ചേഞ്ച്ഡ് ഇൻ ടു എ സ്പൈഡർ, അവളൊരു സ്പൈഡറായി മാറി, അതായത് അവളൊരു ചിലന്തിയായി മാറി. ബൈ എ ബേസ്റ്റ് ഓഫ് തണ്ടർ ആൻഡ് ലൈറ്റ്നിങ്, മിന്നലിൻ്റെയും ഇടിയുടെയും പൊട്ടിത്തെറി മൂലം. ബേസ്റ്റ് എന്ന് പറഞ്ഞാൽ പൊട്ടിത്തെറി. ദ അഡ്മിഷൻ ഫീ ടു സീ ഹർ വാസ് ലെസ് ദാൻ ദ ഫീ ടു സീ ദ ഏഞ്ചൽ. ദ അഡ്മിഷൻ ഫീ ടു സീ ഹർ, അവളെ കാണാനുള്ള പ്രവേശന ഫീസ് വാസ് ലെസ് ദാൻ, അത് കുറവായിരുന്നു. ദ ഫീ ടു സീ ദ ഏഞ്ചൽ, ആ ഒരു മാലാഖയെ കാണാനുള്ള ഫീസിനേക്കാളും. സോ ദ പീപ്പിൾ ഫ്ലോക്ക്ഡ് ടു സീ ഹർ, അതുകൊണ്ട് തന്നെ ജനങ്ങളെല്ലാം അവളെ കാണാൻ വേണ്ടിയിട്ട് ഫ്ലോക്ക് ചെയ്തു, അതായത് ഒഴുകിയെത്തി. അപ്പോൾ ഫ്ലോക്ക്ഡ് എന്ന് പറഞ്ഞാൽ ഒഴുകിയെത്തി. ദേ വർ ഓൾസോ പെർമിറ്റഡ്, അവർ അനുവദിച്ചിരുന്നു. ടു ആസ്ക് ഹെർ ഓൾ മാനർ ഓഫ് ക്വസ്റ്റ്യൻ, എല്ലാ തരത്തിലുള്ള ചോദ്യങ്ങൾ ചോദിക്കാനും. ഓൾ മാനർ, എല്ലാ തരത്തിലുള്ള എന്നാണ് മീനിങ്. അബൌട്ട് ഹെർ അബ്സേർഡ് സ്റ്റേറ്റ്, അവളുടെ അസംബന്ധമായിട്ടുള്ള ഈ ഒരു സ്ഥിതിയെക്കുറിച്ചിട്ട്. അബ്സേർഡ് സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ അസംബന്ധമായിട്ടുള്ള സ്ഥിതി. അപ്പോൾ അവൾ ഇപ്പോൾ ഇരിക്കുന്ന ഈ ഒരു അവസ്ഥയെക്കുറിച്ചിട്ട് എല്ലാ തരത്തിലുള്ള ചോദ്യം ചോദിക്കാനും അവർ അവകാശം നൽകിയിരുന്നു. ദ ഓണേഴ്സ് ഓഫ് ദ ഹൗസ് ഹാഡ് നോ റീസൺ ടു ലെമൻ, ആ ഒരു വീട്ടിലെ ഓണേഴ്സിന്, അതായത് ഉടമസ്ഥർക്ക്, നാം നേരത്തെ പറഞ്ഞ പെലായുടെയും അതുപോലെ എലിസണ്ടയുടെയും വീട്ടിൻ്റെ കാര്യമാണ് ഇവിടെ പറയുന്നത്. ഹാഡ് നോ റീസൺ ടു ലെമൻ, വിഷമിക്കേണ്ട യാതൊരു കാരണവും ഇല്ലായിരുന്നു. ലെമൻറ്റ് എന്ന് പറഞ്ഞാൽ വിഷമിക്കുക. വിത്ത് ദ മണി ദേ സേവ്ഡ്, അവർ സേവ് ചെയ്ത പണം ഉപയോഗിച്ചിട്ട് ദേ ബിൽഡ് എ 2 സ്റ്റോറി മാൻഷൻ, അവരൊരു 2 നില മാളിക പണിതു. വിത്ത് ബാൽക്കണീസ് ആൻഡ് ഗാർഡൻസ്, ബാൽക്കണിയും അതുപോലെ പൂന്തോട്ടവുമുള്ള 2 നില മാളിക പണിതു. ഇറ്റ് ഓൾസോ ഹാഡ് ഹൈ നെറ്റിംഗ്, അതിന് ഹൈ നെറ്റിംഗ് ഉണ്ടായിരുന്നു, അതായത് ഉയർന്ന വല. സോ ദാറ്റ് ക്രാബ്സ് വുഡൻ ഗെറ്റ് ഇൻ ഡ്യൂറിങ് ദ വിൻ്റർ, അതുകൊണ്ട് തന്നെ ക്രാബ്സ് എന്ന് പറഞ്ഞാൽ ഞണ്ടാണ്. ഞണ്ടിന് ശൈത്യ കാലഘട്ടത്തിൽ അങ്ങോട്ട് വരാൻ സാധിക്കില്ലായിരുന്നു. ആൻഡ് അയേൺ ബാർസ് ഓൺ ദ വിൻഡോ, ജനലുകളിൽ ഇരുമ്പ് കമ്പികളായിരുന്നു ഉണ്ടായിരുന്നത്. അയേൺ ബാർസ്, ഇരുമ്പ് കമ്പികൾ. സോ ദാറ്റ് ഏഞ്ചൽസ് വുഡൻ ഗെറ്റ് ഇൻ, അതുകൊണ്ട് തന്നെ മാലാഖമാർക്ക് അങ്ങോട്ട് വരാൻ സാധിക്കില്ലായിരുന്നു. പെലായ ഓൾസോ സെറ്റപ്പ് എ റാബിറ്റ് വാരൻ, പെലായ ഒരു റാബിറ്റ് വാരനും സ്ഥാപിച്ചു. റാബിറ്റ് വാരൻ എന്ന് പറഞ്ഞാൽ ഈ മുയലുകൾക്കുള്ള കൂടാണ്. ആൻഡ് ഗേവ് അപ്പ് ഹിസ് ജോബ് ആസ് എ ബൈലിഫീസ് ഫോർ ഗുഡ്, എന്നിട്ട് അവൻ്റെ ബൈലിഫീസ് ആയിട്ടുള്ള ആ ഒരു ജോബ്, അതായത് ആ ഒരു ജോലി അവന് ഉപേക്ഷിച്ചു. ഗേവ് അപ്പ് എന്ന് പറഞ്ഞാൽ ഉപേക്ഷിച്ചു. എലിസണ്ട ബൗഡ് സം സാൻഡിൻ പംപ്സ്, എലിസണ്ട കുറച്ച് സാൻഡിൻ പംപ്സ് വാങ്ങിച്ചു. സാൻഡിൻ പംപ്സ് എന്ന് പറഞ്ഞാൽ വുമൻസ് ധരിക്കുന്ന ഒരു ഹീലുള്ള ചെരുപ്പാണ്. വിത്ത് ഹൈ ഹീൽസ്,
നല്ല ഉയരത്തിലുള്ള ഹീൽസോട് കൂടി. ആൻഡ് മെനി ഡ്രസ്സസ് ഓഫ് ഇറിഡിസെൻറ്റ് സിൽക്ക്. അതുപോലെ നല്ല ഭംഗിയുള്ള സിൽക്കിൻ്റെ വസ്ത്രങ്ങൾ. ഇറിഡിസെൻറ്റ് എന്ന് പറഞ്ഞാൽ ശോഭനയുള്ള എന്നാണ് അർത്ഥം. ദ ചിക്കൻ കൂപ്പ് വാസ് ദ ഓൺലി തിങ്. ആ ഒരു കോഴിക്കോട് മാത്രമായിരുന്നു ഒരേ ഒരു സാധനം. ദാറ്റ് ഡിഡിൻറ്റ് റിസീവ് എനി അറ്റൻഷൻ. അതിന് യാതൊരു ശ്രദ്ധയും ലഭിച്ചിരുന്നില്ല. ലഭിക്കുക, അറ്റൻഷൻ, ശ്രദ്ധ. ദ ഡങ് ഹീപ്പ് സ്റ്റെഞ്ച്. ഡങ് ഹീപ്പ് എന്ന് പറഞ്ഞാൽ ചാണകക്കൂമ്പാരം. സ്റ്റെഞ്ച് എന്ന് പറഞ്ഞാൽ ദുർഗന്ധം. ദ ഡങ് ഹീപ്പ് സ്റ്റെഞ്ച് ഫ്രം ദ കൂപ്പ്. ആ ഒരു കോഴിക്കോടിൽ നിന്നുണ്ടായിരുന്ന ചാണകക്കൂമ്പാരത്തിൻ്റെ ദുർഗന്ധം വാസ് ടേണിംഗ് ദ ന്യൂ ഹൗസ് ഇൻ ടു എൻ ഓൾഡ് ഹൗസ്. അത് ആ ഒരു പുതിയ വീടിനെ പഴയ ഒരു ഹൗസാക്കി മാറ്റി. അറ്റ് ഫസ്റ്റ്, ആദ്യത്തിൽ, വെൻ ദ ചൈൽഡ് ലേൺ ടു വാക്ക്, അവരുടെ കുട്ടി നടക്കാൻ പഠിച്ചപ്പോൾ, ദേ വർ കെയർഫുൾ, അവർ വളരെയധികം ശ്രദ്ധാകുലരായിരുന്നു. ദാറ്റ് ഹീ ഡിഡ് നോട്ട് ഗെറ്റ് ടു ക്ലോസ് ടു ദ കൂപ്പ്, അവന് ആ ഒരു കോഴിക്കൂടിൻ്റെ അടുത്തേക്ക് പോകുന്നില്ല എന്ന് ഉറപ്പുവരുത്താൻ വേണ്ടിയിട്ട്. ബട്ട് ദെൻ ദേ ബിഗാൻ ടു ലോസ് ദെയർ ഫിയേഴ്സ്, പിന്നെ അവർക്ക് അവരുടെ ആ ഒരു പേടി നഷ്ടപ്പെട്ടപ്പോൾ, ആൻഡ് ഗോഡ് യൂസ്ഡ് ടു ദ സ്മെൽ, ആ ഒരു മണവുമായിട്ട് അവർ അങ്ങ് പതിവായി. ഗോഡ് യൂസ്ഡ് എന്ന് പറഞ്ഞാൽ പതിവായി. ബിഫോർ ദ ചൈൽഡ് ഗോട്ട് ഹിസ് സെക്കൻഡ് ടീത്ത്, അവരുടെ കുട്ടിക്ക് രണ്ടാമത്തെ പല്ല് വരുന്നതിന് മുമ്പ്, ഹി ഹാഡ് ഗോൺ ഇൻസൈഡ് ദ ചിക്കൻ കൂപ്പ് ടു പ്ലേ, അവന് ആ ഒരു ചിക്കൻ കൂപ്പ്, അതായത് ആ കോഴിക്കൂടിൻ്റെ ഉള്ളിലേക്ക് കളിക്കാൻ വേണ്ടിയിട്ട് പോയി. ആസ് ദ വയേഴ്സ് വെർ ഫാളിങ് അപ്പാർട്ട്, അതിലുള്ള വയേഴ്സ് അടർന്നു പോയതിനാൽ. ഫാളിങ് അപ്പാർട്ട് എന്ന് പറഞ്ഞാൽ അടർന്നു പോവുക, അതായത് ആ ഒരു കോഴിക്കോട് തുറക്കാനുള്ള ഓപ്പണിംഗ് പ്ലേസ് ഉണ്ടാകും, അതായത് ഒരു വാതിലുണ്ടാക്കും. ആ വാതിലിൻ്റെ വയർ, അതായത് കയറുകൾ അടർന്നു പോയതിനാൽ തന്നെ ആ ഒരു കുട്ടി അതിൻ്റെ ഉള്ളിലേക്ക് കയറി. ദേ ബോത്ത് കെയിം ഡൗൺ വിത്ത് ദ ചിക്കൻ പോക്സ് അറ്റ് ദ സെയിം ടൈം, അതുകൊണ്ട് തന്നെ അവർക്ക് രണ്ടുപേർക്കും ഒരേ സമയം ചിക്കൻ പോക്സ് ഉണ്ടായി. ആർക്ക് രണ്ടുപേർക്കും? ഈ മാലാഖക്കും അതുപോലെ തന്നെ ഈ ഒരു കുട്ടിക്കും. The doctor who took care of the child couldn't resist the temptation to listen to the angel's hurt. നമ്മുടെ ഡോക്ടറിന് ഈ ഒരു ഏഞ്ചലിനെ പരിശോധിക്കാൻ പോവുകയാണ്. ദ ഡോക്ടർ ഹൂ ടൂക്ക് കെയർ ഓഫ് ദ ചൈൽഡ്, കുട്ടിയെ പരിപാലിച്ച ഡോക്ടറിന് couldn't resist the temptation, പ്രലോഭനത്തെ എതിർക്കാൻ സാധിച്ചില്ല. ടെംപ്റ്റേഷൻ എന്ന് പറഞ്ഞാൽ പ്രലോഭനം, റെസിസ്റ്റ് എതിർക്കുക, ടു ലിസൺ ടു ദ ഏഞ്ചൽസ് ഹേർട്ട്, ആ ഒരു മാലാഖയുടെ ഹൃദയത്തെ കേൾക്കാനുള്ള. അപ്പം മാലാഖയുടെ ഹൃദയത്തെ കേൾക്കാനുള്ള പ്രലോഭനത്തെ പ്രതിരോധിക്കാൻ നമ്മുടെ ഡോക്ടറിന് സാധിച്ചില്ല. ഹി ഫൗണ്ട്, അവൻ കണ്ടെത്തി, സോ മച്ച് വിസിലിംഗ് ഇൻ ദ ഹേർട്ട്, അവൻ്റെ ഹൃദയത്തിൽ എന്തൊക്കെയോ ചൂളമടിക്കുന്നുണ്ട്. വിസിലിംഗ്, ചൂളമടിക്കുക. സോ മെനി സൗണ്ട്സ് ഇൻ ദ കിഡ്നീസ്, പല സൗണ്ടുകളും അവൻ്റെ വൃക്കയിൽ ഉണ്ടാകുന്നുണ്ട്. വാട്ട് സർപ്രൈസ്ഡ് ഹിം മോസ്റ്റ്, അവനെ കൂടുതലായിട്ട് അത്ഭുതപ്പെടുത്തിയത്, അതായത് ആ ഒരു ഡോക്ടറിനെ കൂടുതലായി അത്ഭുതപ്പെടുത്തിയത്, ഹവെവർ വാസ് ദ ലോജിക് ഓഫ് ഹിസ് വിങ്സ്, അവൻ്റെ ചിറകായിരുന്നു, അവൻ്റെ ചിറകിൻ്റെ യുക്തിയായിരുന്നു. ലോജിക്, യുക്തി. ദേ സീംഡ് സോ നാച്ചുറൽ, അവനെ വളരെയധികം പ്രാകൃതികപരമായി തോന്നി, അതായത് അവന് സാധാ ഒരു മനുഷ്യനെ പോലെ അവനെ തോന്നി. ഓൺ ദാറ്റ് കംപ്ലീറ്റ്ലി ഹ്യൂമൻ ഓർഗനൈസം, അവന് മുഴുവനായിട്ടും ഒരു മനുഷ്യ ജീവിയായിരുന്നു. ഹീ കുഡൻറ്റ് അണ്ടർസ്റ്റാൻഡ്, അവനക്ക് മനസ്സിലാക്കാൻ സാധിച്ചില്ല, അതായത് ഡോക്ടറിനെ മനസ്സിലാക്കാൻ സാധിച്ചില്ല. വൈ അതർ പീപ്പിൾ ഡിഡിൻറ്റ് ഹാവ് ദം ടു, എന്തുകൊണ്ടാണ് മറ്റു ജനങ്ങൾക്ക് ഇതൊന്നും ഉണ്ടാകാത്തത്. അതായത് ഈ മാലാഖ മനുഷ്യനെ പോലെ തന്നെയാണ്, മനുഷ്യനെ പോലെയുള്ള ഒരു ജീവി തന്നെയാണ്, പക്ഷേ ഈ മാലാഖയ്ക്ക് ചിറകുണ്ട്. അതുപോലെ തന്നെ ഈ മാലാഖയുടെ വൃക്കയിൽ പല സൗണ്ടുകൾ ഉണ്ടാകുന്നുണ്ട്. മാലാഖയുടെ ഹൃദയത്തിൽ പലരും ചൂളമടിക്കുന്നുണ്ട്. അപ്പോൾ ഇതൊന്നും എന്തുകൊണ്ടാണ് മറ്റു ജനങ്ങളിൽ ഉണ്ടാകാത്തത് എന്ന് നമ്മുടെ ഡോക്ടർ സംശയിക്കുകയാണ്. വെൻ ദ ചൈൽഡ് ബിഗാൻ സ്കൂൾ, കുട്ടി സ്കൂളിൽ പോകാൻ തുടങ്ങിയപ്പോൾ, ദ സൺ ആൻഡ് റെയിൻ ഹാഡ് കോസ്ഡ് ദ കൊളാപ്സ് ഓഫ് ദ ചിക്കൻ കോപ്പ്. ദ സൺ ആൻഡ് റെയിൻ, സൂര്യനും മഴയും, ഹാഡ് കോസ്ഡ്, കാരണമായി, ദ കൊളാപ്സ് ഓഫ് ദ ചിക്കൻ കോപ്പ്, ആ ഒരു കോഴിക്കോടിൻ്റെ തകർച്ചയ്ക്ക്. ദ ഏഞ്ചൽ വെൻറ്റ് ഡ്രാഗിങ്, ഏഞ്ചൽ വലിക്കാൻ തുടങ്ങി, ഹിംസെൽഫ്, സ്വയം വലിക്കാൻ തുടങ്ങി. അബൌട്ട് ഹിയർ ആൻഡ് ദർ, അങ്ങോട്ടും ഇങ്ങോട്ടും ഏഞ്ചൽ സ്വയം വലിക്കാൻ തുടങ്ങി. ലൈക്ക് എ സ്ട്രേ ഡൈങ് മാൻ, വഴി തെറ്റി മരിക്കുന്ന ഒരു മനുഷ്യനെ പോലെ. ഹീ സീംഡ് ടു ബി ഇൻ സോ മെനി പ്ലേസസ് അറ്റ് ദ സെയിം ടൈം, ഒരു സമയത്ത് അവന് പല സ്ഥലങ്ങളിലായിട്ട് കാണപ്പെടാൻ തുടങ്ങി. ഹീ കുഡ് സ്കേഴ്സ്ലി ഈറ്റ്, അവൻക്ക് വളരെ
വിരളമായി മാത്രമേ ഭക്ഷിക്കാൻ സാധിച്ചുള്ളൂ. സ്കേഴ്സ്ലി എന്ന് പറഞ്ഞാൽ വിരളമായി. ആൻഡ് ഹിസ് ഐസ് ഹാഡ് ഓൾസോ ബിക്കം സോ ഫോഗി. അതുപോലെ അവൻ്റെ കണ്ണുകളെല്ലാം വളരെയധികം മഞ്ഞു മൂടിയിരുന്നു. ഫോഗി എന്ന് പറഞ്ഞാൽ മഞ്ഞു മൂടുക. ദാറ്റ് ഹീ വെൻറ്റ് ബോട്ട് പമ്പിങ് ഇൻ ടു പോസ്റ്റേഴ്സ്. അതുകൊണ്ട് തന്നെ അവന് തൂണുകളിൽ ഇടിക്കാൻ തുടങ്ങി. പോസ്റ്റേഴ്സ് എന്ന് പറഞ്ഞാൽ തൂണുകൾ, പമ്പിങ് എന്ന് പറഞ്ഞാൽ ഇടുക്കുക. ദാറ്റ് ഹീ വെൻറ്റ് അബൌട്ട് പമ്പിങ് ഇൻ ടു പോസ്റ്റേഴ്സ്. പെലായോ ത്രൂ എ ബ്ലാങ്കറ്റ് ഓവർ ഹിം. പെലായോ അവൻ്റെ മേലിലേക്ക് ഒരു ബ്ലാങ്കറ്റ് എറിഞ്ഞു. ആൻഡ് ലെറ്റ് ഹിം സ്ലീപ്പ്. എന്നിട്ട് അവനെ ഉറങ്ങാൻ വേണ്ടിയിട്ട് അനുവദിച്ചു. ഇൻ ദ ഷെഡ്, ഒരു ഷെഡിൽ. ഓൺലി ദെൻ ഡിഡ് ദേ നോട്ടീസ് ദാറ്റ് ഹീ ഹാഡ് ടെമ്പറേച്ചർ അറ്റ് നൈറ്റ്. ആ ഒരു സമയത്ത് അവരാകെ ശ്രദ്ധിച്ചത്, നോട്ടീസ് എന്ന് പറഞ്ഞാൽ ശ്രദ്ധിക്കുക, ദാറ്റ് ഹീ ഹാഡ് ടെമ്പറേച്ചർ അറ്റ് നൈറ്റ്, അവനക്ക് രാത്രിയിൽ നല്ല ചൂടുണ്ട് എന്നതായിരുന്നു. അപ്പോൾ അവരന്ന് രാത്രിയിൽ അവന് നല്ല ചൂടുണ്ട് എന്നുള്ളത് ശ്രദ്ധിച്ചിരുന്നു. ദേ ബിക്കെയിം അലാംഡ്. അവർ പരിഭ്രാന്തരായി. അലാംഡ് എന്ന് പറഞ്ഞാൽ പരിഭ്രാന്തരായി. ഫോർ ദേ തൗട്ട് ഹി വാസ് ഗോയിങ് ടു ഡൈ. അവർ ചിന്തിച്ചു ഹി വാസ് ഗോയിങ് ടു ഡൈ, അവൻ മരിക്കാൻ പോകുകയാണെന്ന്. ആൻഡ് യെറ്റ്, എന്നിട്ടും ഹി നോട്ട് ഓൺലി സർവൈവ്ഡ് ഹിസ് വേഴ്സ്റ്റ് വിൻ്റർ, അവന് അവൻ്റെ വളരെ മോശപ്പെട്ട ശൈത്യകാലത്തെ അതിജീവിച്ചു എന്ന് മാത്രമല്ല, ബട്ട് സീംഡ് ഇംപ്രൂവ്ഡ് വിത്ത് ദ ഫസ്റ്റ് സണ്ണി ഡേയ്സ്. ആദ്യത്തെ വെയിലുള്ള ദിവസങ്ങളിൽ അവന് വളരെയധികം മെച്ചപ്പെട്ടതായിട്ട് കാണപ്പെട്ടു. സർവൈവ്ഡ് എന്ന് പറഞ്ഞാൽ അതിജീവിച്ചു, വിൻ്റർ ശൈത്യകാലം, വേഴ്സ്റ്റ് മോശപ്പെട്ട, ഇംപ്രൂവ്ഡ് മെച്ചപ്പെട്ടു, സണ്ണി ഡേയ്സ് എന്ന് പറഞ്ഞാൽ വെയിൽ ദിവസം. അതായത് അവൻ ഇത്രത്തോളം കഷ്ടതകൾ അനുഭവിച്ചിട്ടും അവന് അവൻ്റെ വളരെയധികം മോശപ്പെട്ടിട്ടുള്ള ശൈത്യകാലത്തെ അതിജീവിച്ചു. മാത്രമല്ല അവന് വളരെയധികം മെച്ചപ്പെട്ടതായിട്ടും കാണപ്പെട്ടു. ഹി റിമൈൻഡ് മോഷൻലെസ്. അവൻ ചലനരഹിതമായി, അതായത് അവന് ചലിക്കാതെയായി. ഫോർ സെവറൽ ഡേയ്സ്, കുറേ ദിവസത്തേക്ക്. ഇൻ ദ ഫേർദസ്റ്റ് കോർണർ ഓഫ് ദ കോർട്ട്യാർഡ്, ആ ഒരു മുറ്റത്തിൻ്റെ ദൂരെയുള്ള ഒരു മൂലയിൽ. അപ്പോൾ ആ ഒരു മുറ്റത്തിലെ ദൂരെയുള്ള ഒരു കോർണറിൽ അവന് കുറേ ദിവസത്തേക്ക് ചലിക്കാതെ നിൽക്കാൻ തുടങ്ങി. അറ്റ് ദ ബിഗിനിങ് ഓഫ് ഡിസംബറിൻ്റെ തുടക്കത്തിൽ സം ലാർജ് സ്റ്റിഫ് ഫെതേഴ്സ് ബിഗാൻ ടു ഗ്രോ ഓൺ ഹിസ് വിങ്സ്. ലാർജ് എന്ന് പറഞ്ഞാൽ വലിയ, സ്റ്റിഫ് കട്ടിയുള്ള, ഫെതേഴ്സ് ബിഗാൻ ടു ഗ്രോ ഓൺ ഹിസ് വിങ്സ്. അപ്പോൾ ഡിസംബറിൻ്റെ തുടക്കത്തിൽ അവൻ്റെ ആ ഒരു ചിറകിൽ നല്ല കട്ടിയുള്ള വലിയ തൂവലുകൾ മുളക്കാൻ തുടങ്ങി. ദേ ലുക്ക്ഡ് ലൈക്ക് ദ ഫെതേഴ്സ് ഓഫ് എ സ്കെയർ ക്രോ. അപ്പോൾ ആ ഒരു ഫെതേഴ്സൊക്കെ കണ്ടിട്ട് ഒരു സ്കെയർ ക്രോയെ പോലെ ഉണ്ടായിരുന്നു. സ്കെയർ ക്രോ എന്ന് പറഞ്ഞാൽ ഒരു പേടി പക്ഷിയെ പോലെ ആ ഒരു ഫെതേഴ്സൊക്കെ കാണപ്പെട്ടു, ആ ഒരു തൂവൽസൊക്കെ കാണപ്പെട്ടു. One morning, Elisenda was cutting some bunches of onions for lunch. One morning, ഒരു രാവിലെ എലിസണ്ട മുറിക്കുകയായിരുന്നു some bunches of onion, ഉള്ളികളുടെ കൂട്ടം. ഈ ബഞ്ചസ് എന്ന് പറഞ്ഞാൽ ഓണിയൻ്റെ കൂട്ടത്തിനെയാണ് നമ്മൾ ബഞ്ചസ് എന്ന് പറയാറുള്ളത്. ഫോർ ലഞ്ചിന് വേണ്ടിയിട്ട്. വെൻ എ വിൻഡ് ബ്ലൂ ഇൻ ടു ദ കിച്ചൺ, അപ്പോൾ ആ ഒരു അടുക്കളയിലൂടെ ഒരു കാറ്റ് വീശി. ബ്ലൂ എന്ന് പറഞ്ഞാൽ വീശി. ദെൻ ഷീ വെൻറ്റ് ടു ദ വിൻഡോ, പിന്നെ അവൾ ജനലിൻ്റെ അടുത്തേക്ക് പോയി. ആൻഡ് ഫൗണ്ട് ദ ഏഞ്ചൽ, ആ ഒരു ഏഞ്ചലിനെ അവിടെ കണ്ടെത്തി. ഇൻ ഹിസ് ഫസ്റ്റ് അറ്റംപ്റ്റ്, അവൻ്റെ ആദ്യത്തെ ശ്രമത്തിൽ തന്നെ, അറ്റ് ഫ്ലൈറ്റ്, പറക്കാനുള്ള. അപ്പോൾ അവൾ ജനലിൻ്റെ അടുത്തേക്ക് പോയപ്പോൾ ആ ഒരു ഏഞ്ചൽ അവിടെ പറക്കാനുള്ള ആദ്യത്തെ ശ്രമം നടത്തുന്നത് അവൾ കണ്ടു. ദിസ് വേർ സോ ക്ലംസി, അത് വളരെയധികം വിചിത്രമായിരുന്നു. ക്ലംസി എന്ന് പറഞ്ഞാൽ വിചിത്രം. ദാറ്റ് ഹി വാസ് ഓൺ ദ പോയിൻ്റ് ഓഫ് നോക്കിംഗ് ദ ഷെഡ് ഡൗൺ. എന്തെന്ന് വെച്ചാൽ അവന് ആ ഒരു ഷെഡ് ഇടിച്ച് താഴേക്കിടുന്നതിൻ്റെ ഒരു സാധ്യതയിലായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. പോയിൻ്റ് എന്ന് പറഞ്ഞാൽ സാധ്യത, നോക്കിംഗ് ഇടിച്ചു പൊളിക്കുക. ആസ് ഹീ കുഡൻറ്റ് ഗെറ്റ് എ ഗ്രിപ്പ് ഓൺ ദ എയർ, കാരണം എന്തെന്നാൽ അവൻക്ക് വായുവിൽ പിടി കിട്ടാത്തത് കൊണ്ട്. ഗ്രിപ്പ് എന്ന് പറഞ്ഞാൽ പിടി. ബട്ട് ദെൻ, പക്ഷേ പിന്നീട്, ഹീ ഡിഡ് മാനേജ് ടു ഗെയിൻ ആൾട്ടിറ്റ്യൂഡ്, അവൻക്ക് ഉയരത്തിൽ എത്തിപ്പെടാൻ സാധിച്ചു. ഗെയിൻ എന്ന് പറഞ്ഞാൽ എത്തിപ്പെടുക. എലിസണ്ട ലെറ്റ് ഔട്ട് എ സൈ ഓഫ് റിലീഫ്. എലിസണ്ട സമാധാനത്തിൻ്റെ നെടുവീർപ്പിട്ടു. ലെറ്റ് ഔട്ട് എന്ന് പറഞ്ഞാൽ പുറത്തുവിട്ടു. ഫോർ ഹെർ സെൽഫ് ആൻഡ് ഫോർ ഹിം, അവൾക്ക് വേണ്ടിയിട്ടും അതുപോലെ അവൻക്ക് വേണ്ടിയിട്ടുമായിരുന്നു ആ ഒരു നെടുവീർപ്പ് ഇട്ടത്. വെൻ ഷീ വാച്ച്ഡ് ഹിം പാസ് ഓവർ ദ ലാസ്റ്റ് ഹൗസസ്, അവൻ
അവസാന വീടുകൾ കടന്നു പോകുന്നത് വരെ അവൾ അവനെ നോക്കിക്കൊണ്ടു നിന്നു. ഹി വാസ് ഹോൾഡിംഗ് ഹിംസെൽഫ് അപ്പ്. അവൻ അവനെ തന്നെ പിടിച്ചുയർത്തുകയായിരുന്നു. ഇൻ സം വേ, എങ്ങനെയൊക്കെയോ. വിത്ത് എ റിസ്കി ഫ്ലാപ്പിംഗ്, അപകടകരമായ അടിയുടെ ശബ്ദത്തിൽ. ഓഫ് എ സിനൈൽ വൾച്ചർ, വളരെ പ്രായമേറിയ കൈകനെ പോലെ. ഷീ കെപ്റ്റ് വാച്ചിങ് ഹിം. അവൾ അവനെ നിരീക്ഷിച്ചു കൊണ്ടിരുന്നു. ഈവൻ വെൻ ഷീ വാസ് ത്രൂ കട്ടിംഗ് ദ ഓണിയൻ. അവൾ ഓണിയൻ കട്ട് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴും. ഷീ കെപ്റ്റ് ഓൺ വാച്ചിങ് അൺടിൽ ഇറ്റ് വാസ് നോ ലോങ്ങർ പോസിബിൾ ഫോർ ഹെർ ടു സീ ഹിം. ഷീ കെപ്റ്റ് ഓൺ വാച്ചിങ്. അവൾ നിരീക്ഷിച്ചു കൊണ്ടേയിരുന്നു. അൺടിൽ ഇറ്റ് വാസ് നോ ലോങ്ങർ പോസിബിൾ ഫോർ ഹെർ ടു സീ ഹിം. അവൾക്ക് അവനെ കാണാൻ കഴിയാത്ത ഇടം വരെ. ഹി വാസ് നോ ലോങ്ങർ ആൻ അനോയൻസ് ഇൻ ഹെർ ലൈഫ് ബട്ട് ആൻ ഇമാജിനറി ഡോട്ട് ഓൺ ദ ഹൊറിസോൺ ഓഫ് ദ സീ. അവൻ അവളുടെ ജീവിതത്തിൽ ഒരു ശല്യക്കാരനായിരുന്നില്ല, മറിച്ച് കടലിൻ്റെ ചക്രവാളത്തിലെ ഒരു സാങ്കല്പിക ബിന്ദുവായിരുന്നു. ഇതോടുകൂടി ഈ കഥ ഇവിടെ അവസാനിച്ചിരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ ലൈക്ക് ചെയ്യുക. അപ്പോൾ ഇനി നമുക്ക് അടുത്ത ക്ലാസ്സുമായിട്ട് വീണ്ടും കാണാം.